ഒരു കർഷകൻ്റെ ലൈഫിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ. കർഷകൻ്റെ 2 ഇമ്പോർട്ടൻ്റ് മൈൽ സ്റ്റോൺസ് ഉണ്ട്. അവൻ വിതയ്ക്കുന്നു, അവൻ കൊയ്യുന്നു. വിതയില്ലാതെ കൊയ്ത്തില്ല. അല്ലെങ്കിൽ സാധാരണപ്പെട്ട നമ്മൾ വീട്ടിൽ ഉള്ള നമ്മുടെ കൊച്ചു ചെടി ഗാർഡൻസൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊരു നടലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു പറിയുണ്ട്, ഇല്ലേ? ഇപ്പം പൂവൊക്കെ നമ്മൾ പറിക്കാറില്ല, പൂവ് അന്ന് അറ്റ്ലീസ്റ്റ് അത് ആസ്വദിക്കാറുണ്ട്. അതിൻ്റെ മൈൽ സ്റ്റോണ്. പക്ഷേ ഒരു കൺട്രിയുടെ ലെവലിൽ, നമ്മുടെ ഇന്ത്യയുടെ ലെവലിൽ അത് എങ്ങനെയാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്? ഇന്ത്യ ഈസ് 1.4 ബില്യൺ പീപ്പിൾ. അന്നേരം നമ്മുടെ ആ പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ കൺട്രിയുടെ പ്രോഗ്രസ് വരുന്നത്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി എവിടെ നിന്നാണ് വരുന്നത്? മൈൻഡ്സ്. എല്ലാ ഇന്ത്യക്കാരനും ഒരു മൈൻഡുണ്ട്, ഇച്ചിരി ബുദ്ധിയുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഇച്ചിരി കൂടുതൽ കാണും, ചിലർക്ക് കുറവായിരിക്കും. പക്ഷേ നമ്മുടെ ഗ്രേറ്റസ്റ്റ് അസറ്റ്, ഹ്യൂമൻ റിസോഴ്സ് അസറ്റ് ഈസ് ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. 1.4 ബില്യൺ പീപ്പിളിൻ്റെ മൈൻഡാണ് ഇന്ത്യക്കുള്ളത് ഏറ്റവും ബിഗസ്റ്റ് അസറ്റ്. പക്ഷേ നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ പേരാണ് റോക്ക് ഗാർഡൻ. റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലെ ഒരു തരം ഗാർഡനാണ്. ഇത് ചണ്ഡീഗഡിലെ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ. ഇത് ഉണ്ടാക്കിയത് നേക് സിംഗ് സൈനി എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പെയർ ടൈമിൽ ഗവൺമെൻറ്റിൻ്റെ ഒന്നും യൂസ് ഇല്ലാതിരിക്കുന്ന ഒരു ലാൻഡിൽ കൊണ്ടിട്ട് ചെയ്ത പരിപാടികളൊക്കെയാണിത്. അവസാനം പിന്നെ പുള്ളിക്ക് കുറേ ടീം മെമ്പേഴ്സൊക്കെ കിട്ടി. അങ്ങനെ ഇച്ചിരി വിപുലീകരിച്ചാണ് അദ്ദേഹം ഉണ്ടാക്കി വന്നത്. പക്ഷേ ഇതിനകത്ത് ഇത് വെറും വീട്ടിലും ഇൻഡസ്ട്രിയിലും ഒക്കെ ഉപയോഗശൂന്യമായ, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ചില തടി കഷ്ണങ്ങൾ കാണും, ചില സെറാമിക് പീസസ് കാണും, ചില ടയറിൻ്റെ ട്യൂബ് കാണുമായിരിക്കും, ഇരുമ്പ് കഷ്ണങ്ങൾ കാണുമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കിയത്. ഈ ഗാർഡനിൽ ഇപ്പോൾ എൻട്രി ടിക്കറ്റ് തന്നെ ഏതാണ്ട് 30-40 രൂപയാണ്. എന്നിട്ട് വളരെ നല്ലതുപോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇതുപോലെ ഈ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ഇല്ലാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ചണ്ഡീഗഡിലേ ഉള്ളൂ, വേറെ ഭാരതത്തിൽ വേറെ എങ്ങും ഇല്ലേ? നമ്മൾ ഇന്ത്യയിൽ ഉടനീളം എവിടെ പോയെന്ന് പറഞ്ഞാലും ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ ഇവിടെ എല്ലാ റോഡിൻ്റെ സൈഡിലും ആരും യൂസ് ചെയ്യാതെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അതെടുത്ത് ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലം വൃത്തിയാകുകയും ചെയ്യും, പാർക്കിൽ നിന്ന് നല്ല റവന്യൂ ഉണ്ടാക്കാം. അങ്ങനെയല്ലേ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്? ഈ ഒരു നല്ല കാര്യം നേക് സിംഗ് സൈനി ഉണ്ടാക്കിയത്, അത് നമ്മുടെ നാട്ടിൽ ഫുൾ അങ്ങ് റെപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? അത് വെറും പൊളിറ്റീഷ്യൻസിൻ്റെ ശാഠ്യങ്ങളും അവരുടെ ചീപ്പ് മെൻറ്റാലിറ്റിയുമാണ്, അല്ലാതൊന്നുമില്ല. ഓൾ ഗുഡ് തിങ്സ്, എല്ലാം നല്ല കാര്യങ്ങൾ ഫുൾ പോപ്പുലേഷൻ്റെ ഇടയിൽ നമ്മൾ പടർത്തി വിട്ട് കഴിയുമ്പോഴത്തേക്ക് ദ ജനറൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, നമ്മുടെ നാട് തന്നെ അപ്ലിഫ്റ്റ് ആകും. നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും റെപ്ലിക്കേറ്റ് ചെയ്യണം, എന്നിട്ട് ചീത്ത കാര്യങ്ങൾ എടുത്ത് ദൂരീകരിക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കർഷകൻ്റെ ലൈഫ്. കർഷകൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിതയും കൊയ്ത്തിനും ഇടയ്ക്ക് വളവും വെള്ളവും എല്ലാം മറ്റ് പരിചരണങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കർഷകൻ്റെ ജോലി. അതുതന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ജോലി. ഗവൺമെൻറ്റിൻ്റെ ജോലി ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഇന്നോവേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഇന്നോവേഷന് വിരുദ്ധമായിട്ടുള്ള എന്ത് വിഘ്നങ്ങളുണ്ടോ അത് മാറ്റുകയാണ്, തടസ്സങ്ങൾ അകറ്റുകയാണ്. ഈ വക കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അന്നേരം നമ്മുടെ നേക് സിംഗ് സൈനിയുടെ ആ ഒരു കൊച്ചു സംരംഭത്തെ ആരും പ്രൊമോട്ട് ചെയ്തതല്ല, ആരും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തില്ല. അദ്ദേഹം തന്നെ പേഴ്സണൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ റെപ്ലിക്കേറ്റോ ചെയ്യുന്നില്ല. പക്ഷേ ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? അതിന് നിങ്ങൾ സിംഗപ്പൂരിൽ പോകണം. സിംഗപ്പൂരിലൊരു സ്ഥലത്തിൻ്റെ പേരാണ് ഗാർഡൻസ് ബൈ ദ ബേ. ഗാർഡൻസ് ബൈ ദ ബേ ലോകത്തിലെ 8ാമത്തെ മോസ്റ്റ് വിസിറ്റഡ് സൈറ്റാണ്. അവിടെ നമുക്കൊരു എൻട്രി ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ $60 ഫോറിനേഴ്സിന്, $60. അവിടെ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതിന് സർക്കാരിൻ്റെയോ അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെയോ വലിയ ബാക്കപ്പ് വേണം. എന്നിട്ട് സർക്കാരിൽ ഇരിക്കുന്ന അണ്ണന്മാർ ഈ പോക്കറ്റിൽ കാശിടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഫലവത്തായിട്ട് പോകത്തില്ല. നമുക്കെല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, കോട്ടയം ടൗണിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു സംവിധാനം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്.
ഇതിനകത്ത് പോക്കറ്റിൽ ആർക്കൊക്കെ കാശ് വീണിട്ടുണ്ടെന്നുള്ള കാര്യം അവരവർക്കറിയാം. ഇങ്ങനത്തെ തന്ത്രത്തിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, നേരോടെ പരിപാടി ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അന്നേരം ഗാർഡൻസ് ബൈ ദ ബേയിൽ പല സെക്ഷൻസ് ഉണ്ട്. അതിലൊരു സെക്ഷൻ ആണ് സൂപ്പർ ട്രീസ്. ഈ സൂപ്പർ ട്രീസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, വെറും നീണ്ട പ്ലാന്റ് കമ്പികളാണ്. കമ്പികൾ കൊണ്ട് വലിയ വലിയ മരങ്ങളുടെ രീതിയിൽ കമ്പി റോഡ്സ് വെച്ച് വളച്ച് വെച്ചിട്ട് അതിനകത്ത് ചെടികളും ക്ലൈംബേഴ്സും ഒക്കെ വെച്ച് അവർ ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് അടിപൊളി സംഭവമാണ്. ലൈറ്റും ഒക്കെ വെച്ച് സംവിധാനമുണ്ട്. എന്നിട്ട് മേളിൽ നിന്ന് ചില വ്യൂയിങ് ഏരിയാസൊക്കെ ഉണ്ട്. ടിക്കറ്റ്സും കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര റവന്യൂ ഏണിംഗ് മെക്കാനിസമാണ്. നമ്മളിവിടെ എന്താണ് പറയുന്നത്, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെയാണ് പറയുന്നത്. വെളിയിൽ നിന്ന് ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പോയി അവിടെ ഇവിടെയും ചായ കുടിച്ചിട്ട് കണ്ടിട്ട് പോകും, അല്ലാതൊന്നുമില്ല. സർക്കാരിൽ നിന്ന് ഒരു രീതിയിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ആ ജട്ടായു പാറ. അതിന് സർക്കാരാണോ ചെയ്തതെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു നല്ല കാര്യമാണ്. അതുപോലുള്ള കുറേ സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വന്നിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ഒരു നല്ല റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സർക്കാർ എന്ത് ചെയ്യുന്നതെന്ന് ദൈവത്തിനും അറിയാം, സർക്കാരിലെ ആൾക്കാർക്കും അറിയാം. അന്നേരം ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുകയാണ്. പക്ഷേ സൂപ്പർ ട്രീസ് ഈ വീഡിയോസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സൂപ്പർ ട്രീസ് നിങ്ങളെ കാണിക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ, ഇങ്ങനൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ എന്താണാവോ കാരണം? പ്ലീസ് കോമെൻറ്റ്, like, share, and also subscribe if you have not done. Thank you.